സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. അതിരാത്ര ഭൂമിയിൽ വാശിയേറിയ പോരാട്ടം. പാഞ്ഞാൽ പഞ്ചായത്ത് ഭരണം ഇത്തവണ പ്രവചനാതീതം. ത്രികോണ മത്സരം ശക്തമാകുന്നു. പാഞ്ഞാൽ പഞ്ചായത്ത് ഭരണ തുടർച്ചയ്ക്ക് LDFും ഭരണം പിടിക്കാൻ UDFും BJPയും ശക്തമായി രംഗത്ത്. ഇത്തവണ വിജയം പ്രവചനാതീതം. ഭാരതപ്പുഴയുടെ ഓരം ചേർന്ന് കിടക്കുന്ന അതിരാത്ര ഭൂമിയായ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ്. പുരാതനമായ പാഞ്ചാലം ജനപദവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ഭൂപ്രദേശം സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ശ്രദ്ധേയമാണ്. ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ലക്ഷ്മിനാരായണ ക്ഷേത്രം, വാഴാലിക്കാവ്, അങ്ങാടിക്കാവ് ക്ഷേത്രങ്ങൾ തുടങ്ങിയ നിരവധി ആരാധനാലയങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. കഴിഞ്ഞ 2 ടേമുകളായി പഞ്ചായത്ത് ഭരണം കൈയാളുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 വാർഡുകളിൽ 10 സീറ്റ് നേടി അധികാരം നിലനിർത്തിയ LDFന് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം കാരണം വിജയമത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 4 സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 2 സീറ്റുകളുമാണ് അന്ന് ലഭിച്ചത്. നിലവിലെ ഭരണസമിതിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജൽ ജീവൻ മിഷന് വേണ്ടി പൊളിച്ചിട്ട റോഡുകളാണ്. ഈ പൈപ്പ് ലൈൻ ജോലികൾക്ക് ശേഷം പ്രധാന ഗ്രാമീണ റോഡുകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭരണവിരുദ്ധ അമർഷം പുകയുന്നുണ്ട്. റോഡുകളുടെ ശോച്യാവസ്ഥയും പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായതും LDF ഭരണത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയായി പ്രതിപക്ഷം ആയുധമാക്കുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് വിവിധ മുന്നണികളിൽ നിന്നും ഉയർന്നുവരുന്ന വിമത ശബ്ദങ്ങളാണ്. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി മൂലമോ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധം മൂലമോ ഉടലെടുത്ത ഈ വിമത നീക്കം മുന്നണികളുടെ വിജയ സാധ്യതകളെ കാര്യമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമതർ മത്സരിക്കുന്നത് LDFന് അനുകൂലമായി സാഹചര്യമൊരുക്കാനും വിജയിക്കാൻ നേരിയ ഭൂരിപക്ഷം മാത്രം ആവശ്യമുള്ള വാർഡുകളിൽ LDFന്റെ വിജയം ഉറപ്പിക്കാനും സാധ്യതയുണ്ട്. അതിലുപരി പരമ്പരാഗതമായി LDF UDF മുന്നണികൾക്ക് സ്വാധീനമുള്ള മണ്ണിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJPക്കുണ്ടായ വോട്ട് ശതമാനത്തിലെ വളർച്ച ത്രികോണ മത്സരം കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. നിലവിലെ 2 സീറ്റുകളിൽ നിന്നും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ NDA ശ്രമിക്കുമ്പോൾ ഈ നീക്കം പരമ്പരാഗത വോട്ടുകൾ ഭിന്നിപ്പിച്ച് അപ്രതീക്ഷിത ഫലങ്ങൾക്ക് വഴി തുറക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഈ വെല്ലുവിളികളും ത്രികോണ മത്സരവും ശക്തമായിരിക്കുമ്പോൾ പാഞ്ഞാൾ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. ശക്തമായ സംഘടനാ സംവിധാനം എല്ലാ മുന്നണികൾക്കുമുണ്ടെങ്കിലും ജനങ്ങളുടെ കടുത്ത അമർഷം വോട്ടായി മാറിയാൽ ഭരണമാറ്റം ഉറപ്പാണ്. 1 സീറ്റിന്റെയോ 2 സീറ്റിന്റെയോ വ്യത്യാസത്തിൽ ഭരണം മാറിമറിയാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. CCV ന്യൂസ്, പാഞ്ഞാൾ.